നമുക്കിന്നൊരു ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ലഡു ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നല്ല ഹെൽത്തിയാണ്, പഞ്ചസാരയൊന്നും ഒട്ടും ചേർക്കാൻ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ലഡു നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മെൽറ്റ് ആവട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റാഗിപ്പൊടിയിലേക്ക് ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ശർക്കര ഉരുക്കിയതാണ്. നമ്മളൊരു 1/2 കപ്പ് ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട്. അതൊരു 3 ടേബിൾ സ്പൂൺ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് നിങ്ങൾക്ക് കുഴഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ ഓരോരോ പൊടി എടുത്തിരിക്കുന്ന പൊടിയുടെ കൺസിസ്റ്റൻസി അനുസരിച്ചിരിക്കും. പിന്നെ ഓരോരോ ടീസ്പൂൺ കൂടെ ആവശ്യമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ അങ്ങ് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പരുവമാക്കി നമുക്കിതങ്ങ് നല്ലതുപോലെ കുഴച്ചെടുക്കാം. നമ്മളിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓരോ ചെറിയ ബോൾസാക്കി എടുക്കണം. കണ്ടില്ലേ, നമ്മൾ നന്നായിട്ടിത് ബോൾസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈസി ആൻഡ് ഹെൽത്തി റാഗി ലഡു. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ അടിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.